ഹായ് ഗൈസ്, ഫ്ലട്ടർ ബ്ലോക്ക് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഫ്ലട്ടർ ബ്ലോക്ക് ക്ലീൻ ആർക്കിടെക്ചർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാക്കേജാണ്. എല്ലാ ഡിപ്പെൻഡൻസികളും സെപ്പറേറ്റ് ആയിട്ടുള്ള കൺസേൺസ് എല്ലാം സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെയേർഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ഫ്ലട്ടർ ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് ഫ്ലട്ടർ ബ്ലോക്കിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ക്ലീൻ ആർക്കിടെക്ചർ എന്താണെന്നും അതിലുള്ള അവരുടെ കൺസേൺസ് അല്ലെങ്കിൽ ആ ക്ലീൻ ആർക്കിടെക്ചർ പറയുന്ന പോയിൻറ്റ്സ് എന്താണെന്നും നമുക്ക് ആദ്യം നോക്കാം. ആപ്പ് ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് കൺസേൺസ് ആണ്. യു ഐ സെപ്പറേറ്റ് ആണ്, ഡേറ്റ സെപ്പറേറ്റ് ആണ്, ലോജിക് ലെയർ ആണ് യു ഐ ലെയറിനെയും ഡേറ്റ ലെയറിനെയും ലിങ്ക് ചെയ്യുന്നത്. അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു ഡേറ്റ ടൈപ്പ് ലൈക്ക് നമ്മളിവിടെ കാണിക്കുന്ന പോലെ യൂസേഴ്സ്, ഈ യൂസേഴ്സിൻ്റെ ഡേറ്റ ടൈപ്പിന് ഒരു പെർട്ടിക്കുലർ ലെയർ വേണം അതിനെ ഓൺ ചെയ്യാനും അതിനെ ട്രാൻസ്ഫോം ചെയ്യാനും അല്ലെങ്കിൽ മ്യൂട്ടേറ്റ് ചെയ്യാനും. അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആ പെർട്ടിക്കുലർ ക്ലാസ് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ടിപ്പിക്കലി അതൊരു റെപ്പോസിറ്ററി ആണ് ആവാറുള്ളത്, ലൈക്ക് യൂസർ റെപ്പോസിറ്ററി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഒരു കാർട്ട് റെപ്പോസിറ്ററി എന്നൊക്കെ പറയുന്ന രീതിയിലായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അടുത്തതാണ് ഡയറക്ഷൻ ഓഫ് ഡേറ്റ ഫ്ലോ. യു ഐ നിന്ന് യൂസറിൻ്റെ ആക്ഷൻസോ അല്ലെങ്കിൽ ഇൻറ്റൻഷൻസോ എല്ലാം ഇവൻറ്റ്സ് ആയിട്ട് ലോജിക് ലെയറിലേക്ക് എത്തുന്നു. ലോജിക് ലെയറിൽ നിന്ന് അത് റെപ്പോസിറ്ററീസിൽ കൂടെ അത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡേറ്റ ലെയേഴ്സിലേക്ക് എത്തുന്നു. ഡേറ്റ ലെയേഴ്സിൽ കൂടെ ഡേറ്റ ഫെച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഡേറ്റ മ്യൂട്ടേറ്റ് ചെയ്യുകയോ ചെയ്തതിന് ശേഷം അത് തിരിച്ച് ലോജിക് ലെയറിൽ എത്തുന്നു. ലോജിക് ലെയർ അത് യു ഐ അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഡേറ്റ ലെയറിലാണ്. അത് പക്ഷേ യു ഐയിലേക്ക് എത്തിക്കേണ്ട ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺടെക്സ്റ്റ് അനുസരിച്ച് മാറും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും യു ഐ ഒരിക്കലും ഡേറ്റ ലെയറായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. ലോജിക് ലെയർ അല്ലെങ്കിൽ ബിസിനസ് ലെയർ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിൽ കൂടെ മാത്രമാണ് അതെല്ലാം പോസിബിൾ ആക്കുന്നത്. ഇവിടെ നമുക്ക് മോഡൽസ്, ഡേറ്റ മോഡൽസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ മോഡൽസ് എന്ന് പറയുന്നത് ആ ഡേറ്റ ലെയറിൻ്റെ സൈഡ് അനുസരിച്ച് അത് മേ ബി ഒരു API മോഡൽസ് ആകാം. ലോജിക് ലെയറിലേക്ക് അത് എൻ്റർ ചെയ്യുമ്പോൾ അത് ഡൊമെയിൻ മോഡൽസ് ആയിരിക്കാം. ഈ ഡേറ്റ ലെയർ എന്ന് പറയുന്നത് ഡേറ്റാബേസിൻ്റെ ടെക്നോളജി അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അതായത് അതൊരു NoSQL ആണെങ്കിൽ അത് വേറെ രീതിയിലായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ API മോഡൽസ് എപ്പോഴും ഡേറ്റാബേസ് ടെക്നോളജി ആയിട്ടും കുറച്ച് ഇൻഫർമേഷൻ അതിലുണ്ടാവും. പക്ഷേ ബിസിനസ് മോഡൽസിൽ അത് ആ ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ എപ്പോഴും ബിസിനസ് മോഡൽസ് ആയിരിക്കും അല്ലെങ്കിൽ ഡൊമെയിൻ മോഡൽസ് ആയിരിക്കും എപ്പോഴും യു ഐ ലെയറിലേക്ക് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ഈവൻ ആ ഡേറ്റ തന്നെ ആവണം എന്നില്ല, ആ ബിസിനസ് മോഡലിൻ്റെ യു ഐക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസും ഉണ്ട്. ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ ഡിക്ലറേറ്റീവ് ആണ്. അതായത് iOS ആൻഡ് ആൻഡ്രോയിഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് എപ്പോഴും ഇമ്പെരേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് iOS ആൻഡ് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വ്യൂസ് ഉണ്ടാക്കുന്നു, വ്യൂസിലാണ് സ്റ്റേറ്റ് ഇരിക്കുന്നത്. നമുക്ക് അതിലെന്തെങ്കിലും മാറ്റം വരും, യൂസറിൻ്റെ ഇൻട്രാക്ഷൻ വരുവാണെങ്കിൽ ആ ഓരോ കമ്പോണൻറ്റിലെ ഡേറ്റയാണ് മാറ്റുന്നത്. അതനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി റിഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഫ്ലട്ടറിൽ അങ്ങനെയല്ല. ഫ്ലട്ടറിൽ ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് യു ഐ മാറ്റുന്നത്. യു ഐ ഇറ്റ്സെൽഫ് ഒരു ഇൻഫർമേഷൻ ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. സ്റ്റേറ്റ് എന്താണോ പറയുന്നത്, സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് യു ഐ കംപ്ലീറ്റ്ലി റീബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്തതിന് യു ഐ അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ സ്റ്റേറ്റിനെ നമുക്ക് യു ഐ കൂടെ മാറ്റാൻ പറ്റില്ല. പകരം വേറൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റിൽ കൂടെ മാത്രം മാറ്റിയിട്ട് യു ഐ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ടിപ്പിക്കലായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യു ഐ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. യു ഐ സ്റ്റേറ്റിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് പ്രെഡിക്റ്റീവായിട്ട് സ്റ്റേറ്റ് A, സ്റ്റേറ്റ് B, സ്റ്റേറ്റ് C എന്നുള്ള പ്രോഗ്രഷൻ എല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ആ മോഡ് ഓഫ് തിങ്കിങ് ഒന്ന് മാറ്റണമെന്ന് മാത്രം. ഇനി ഫ്ലട്ടർ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് MVVM പാറ്റേൺ ആണ് ആപ്പിൽ യൂസ് ചെയ്യാൻ ഫ്ലട്ടർ ടീം സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മോഡലുണ്ട്. MVVM സ്റ്റാൻഡ്സ് ഫോർ മോഡൽ, വ്യൂ മോഡൽ. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽസ് എന്ന് പറഞ്ഞാൽ ഡേറ്റയാണ്. ഒബ്വിയസ്ലി ഈ ഡേറ്റ രണ്ട് തരത്തിലുള്ള മോഡൽസ് ഉണ്ട്. ഡൊമെയിൻ മോഡൽസ് ഉണ്ട്, API മോഡൽസ് ഉണ്ട്. അത് ഏത് ലെയറിലാണ് എന്നനുസരിച്ചിട്ടുള്ളതാണ് മോഡൽസ് വരുന്നത്. വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടിരിക്കുന്ന വിജറ്റ്സ് ആണ്. ഈ വിജറ്റ്സിനെ എല്ലാം ആ ആക്ഷൻസും ഇവൻറ്റ്സും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത് വ്യൂ മോഡൽസ് ആണ്. എല്ലാ വ്യൂസിനും 1-on-1 റിലേഷൻ ആണ്
വ്യൂ ആയിട്ടുള്ളത്. അപ്പോൾ വ്യൂവിലെ എല്ലാ കമ്പോണൻസിൻ്റെ ഡേറ്റയും വ്യൂ മോഡലിൽ അത് മോഡിഫൈ ചെയ്യാനുള്ളതും യൂസ് കേസസും എല്ലാം വ്യൂ മോഡലാണ് വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്ലട്ടർ ബ്ലോക്കും ക്യൂബിറ്റും എല്ലാം ഈ വ്യൂ മോഡലിൻ്റെ ഒരു ഭാഗത്താണ് വരുന്നത്. അടുത്തൊരു കമ്പോണൻ്റാണ് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. എല്ലാ ലോജിക്കും വ്യൂ മോഡൽസിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യൂ മോഡൽസും ഒരുപാട് ബൾക്കി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂ മോഡൽസിൻ്റെ വരുന്ന യൂസ് കേസസിനെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റെപ്പോസിറ്ററിക്ക് ഡെലിഗേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എല്ലാ ആക്ഷൻസും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വ്യൂ മോഡൽസും വളരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മാത്രമല്ല വ്യൂ മോഡൽ വ്യൂ ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ പുതിയ വേറെ പേജസിൽ വരുമ്പോൾ ചിലപ്പോൾ ഈ സെയിം റെപ്പോസിറ്ററീസ് തന്നെ വേറെ രീതിയിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേജിൽ അപ്ഡേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു പെർട്ടിക്കുലർ പേജിൽ ആയിരിക്കും ചിലപ്പോൾ ക്രിയേഷൻ വരുന്നുണ്ടാവും. അപ്പോൾ റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വ്യൂ മോഡൽസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഈ റെപ്പോസിറ്ററീസ് തന്നെ മൾട്ടിപ്പിൾ സർവീസസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന എല്ലാ വ്യൂ മോഡലിൻ്റെ റിക്വസ്റ്റുകളും ഫുൾഫിൽ ചെയ്യുന്നത്. സർവീസസ് എന്ന് പറയുന്നത് റെസ്റ്റ് API കോളോ അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസ് റിക്വസ്റ്റോ അല്ലെങ്കിൽ ഇവിടെ ഒരു ലോക്കൽ ഡേറ്റാബേസോ ഫയൽ സ്റ്റോറേജോ എന്ത് വേണമെങ്കിലും ആകാം. ടിപ്പിക്കലി റെപ്പോസിറ്ററീസ് ആണ് ക്രിയേഷൻ, റീഡ്, അപ്ഡേറ്റ് എന്ന് പറയുന്ന ആക്ഷൻസ് എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാം UI ലെയർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഡേറ്റ ലെയർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. റെപ്പോസിറ്ററി സർവീസസ് യൂസ് ചെയ്തുകൊണ്ട് മോഡൽസിന് വ്യൂ മോഡൽസിലേക്ക് കൊടുക്കുകയാണ്. വ്യൂ മോഡൽസ് അത് സ്റ്റേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് UI കൊടുക്കുന്നു, UI അപ്ഡേറ്റ് ചെയ്യുന്നു. ഇതാണ് ടിപ്പിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. നമുക്കിതിനൊരു ഫുൾ ഓവർവ്യൂ കാണാം. ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ആസ് എ ഹോൾ UI ലെയർ ഉണ്ട്, ഡേറ്റ ലെയർ ഉണ്ട്. എക്സ്റ്റേണൽ ഡേറ്റ എന്ന് പറയുന്നത് സർവീസസ് കണക്ട് ചെയ്യുന്നത് API ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ചാനലായിരിക്കാം, നേറ്റീവ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡേറ്റ ആയിരിക്കാം. ഇവിടെ കാണാം വ്യൂ മോഡൽസ് മൾട്ടിപ്പിൾ റെപ്പോസിറ്ററീസ് യൂസ് ചെയ്യാം. റെപ്പോസിറ്ററി B ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, റെപ്പോസിറ്ററി C ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. സർവീസ് 2നും സർവീസ് 3നും യൂസ് ചെയ്യുന്നുണ്ട്. റെപ്പോസിറ്ററീസ് ടിപ്പിക്കലി ഡേറ്റ ക്യാഷ് ചെയ്യും, ഡേറ്റ പോൾ ചെയ്യും, അതായത് പീരിയോഡിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ലോജിക്സ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി എറർ ഹാൻഡിലിംഗ്, റോ ആയിട്ടുള്ള ഡേറ്റ, നമുക്ക് സർവീസിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയെ കൺവേർട്ട് ചെയ്തിട്ട് ഡൊമെയിൻ മോഡൽസ് ആയിട്ട് വ്യൂ മോഡലിലേക്ക് കൊടുക്കുന്നു. വ്യൂ മോഡൽ അതിനെ UI സ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വ്യൂവിലെത്തിക്കുന്നു. ഇതാണ് ടിപ്പിക്കലായിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ആർക്കിടെക്ചർ. നമുക്കിനി അത് ഫ്ലട്ടർ ബ്ലോക്ക് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫ്ലട്ടർ ബ്ലോക്ക്, ക്യൂബിറ്റ് എന്നുള്ള 2 ഓപ്ഷൻസാണ് നമുക്ക് സ്റ്റേറ്റ് മാനേജ്മെൻ്റ് ആയിട്ട് തരുന്നത്. UIയിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് ക്യൂബിറ്റ് ഫങ്ഷൻസ് ത്രൂ ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ആ ഇൻപുട്സ് എല്ലാം ഡേറ്റ ലെയറിലേക്ക് റിക്വസ്റ്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. അവിടെ നിന്നുള്ള റെസ്പോൺസിനെ സ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് UIയിൽ എത്തിക്കുന്നു. ഇതാണ് ക്യൂബിറ്റിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ബ്ലോക്ക് വളരെ സിമിലർ ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ഫങ്ഷൻസ് അവരൊരു ഇവൻസിൽ കൂടെയാണ് UIയിലെ യൂസറിൻ്റെ ഇൻപുട്സ് എല്ലാം ബ്ലോക്കിലേക്ക് എത്തിക്കുന്നത്. അത് കുറച്ചും കൂടിയും ഫൈൻ ഗ്രെയിൻഡ് ആയിട്ടുള്ളൊരു കൺട്രോൾ നമുക്ക് തരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ ഇതുകൊണ്ട് പോസിബിൾ ആണ്. ഇതൊരു ഡിസൈൻ ചോയ്സ് ആണ്. രണ്ടും വളരെയധികം സിമിലർ ആണ്. ക്യൂബിറ്റ് കുറച്ചും കൂടിയും ചെറിയ പ്രൊജക്ട്സിനും വളരെ കുറച്ച് യൂസ് കേസസ് ഉള്ള കേസുകൾക്കായിരിക്കും കുറച്ചും കൂടിയും നല്ലതായിരിക്കാം. നമുക്ക് പറഞ്ഞ പോലെ രണ്ടും ചൂസ് ചെയ്യാം. പേഴ്സണലി എപ്പോഴും ഞാൻ ക്യൂബിറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് അത് കോംപ്ലക്സ് ആകുന്നുണ്ട്, അത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് ബ്ലോക്കിലേക്ക് മാറാറുള്ളൂ. അപ്പോൾ ഇവൻറ്റ്സ് വരുന്നു. നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം. സെയിം തന്നെ റിക്വസ്റ്റ് ഡേറ്റ ലെയറിലേക്ക് പോകുന്നു, റെസ്പോൺസ് തിരിച്ച് കിട്ടുന്നു. ആ റെസ്പോൺസിനെ സ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് UI അപ്ഡേറ്റ് ചെയ്യുന്നു. നമ്മൾ അതിനെ വർക്ക് ചെയ്യുന്ന പ്രൊസീജിയറിലൊന്നും ഒരു മാറ്റവും ഇല്ല. നമുക്കിനി ഇത് എങ്ങനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തു എന്ന് നോക്കാം. ഫ്ലട്ടർ ബ്ലോക്കിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്ന പോലെ MVVM ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോഡൽസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. റെപ്പോസിറ്ററീസ് സെപ്പറേറ്റ് ആണ്, സർവീസസ് സെപ്പറേറ്റ് ആണ്. എല്ലാ വ്യൂവിൻ്റെ പാർട്ട് വ്യൂവും ബ്ലോക്ക് അല്ലെങ്കിൽ ക്യൂബിറ്റും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് പേജസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് കീപ്പ് ചെയ്യുന്നത്. ഓരോ പേജിനും ഓരോ ഫോൾഡർ ഉണ്ടാക്കുന്നു. ആ ഫോൾഡറിൽ തന്നെയായിരിക്കും അതിൻ്റെ വ്യൂ മോഡലായിട്ടുള്ള ക്യൂബിറ്റ് ഓർ ബ്ലോക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. മോഡൽ നമുക്ക് നോക്കാം. നമ്മൾ കാണിച്ചിരിക്കുന്ന ഡേറ്റയിൽ യൂസറിൽ നമുക്ക് ഇൻഫർമേഷൻ ഇരിക്കുന്നത് അതിൻ്റെ ID, യുണീക്ക് ആയിട്ടുള്ള ID, നെയിം, യൂസർ നെയിം, ഇമെയിൽ ഫോൺ ആണ്. യൂസർ നെയിം, ഇമെയിൽ ഫോൺ ഉണ്ടാവണം എന്നില്ല, അതുകൊണ്ടാണ് അത് ഓപ്ഷണൽസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മോഡലാണ്. JSON ഡേറ്റ വെച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നതെല്ലാം ഉണ്ട്. നമുക്കിനി ഫ്യൂച്ചറിൽ ഇതിന് ഫ്രീസ്ഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സിംപ്ലിഫൈഡ് ആയിട്ട്
ബേസിക് ആയിട്ടുള്ളൊരു മോഡലാണുള്ളത്. അടുത്തതായിട്ട് നമുക്ക് റെപ്പോസിറ്ററീസ് ഒന്ന് നോക്കാം. റെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിൻ്റെ റെപ്പോസിറ്ററി ആണ്. അതൊരു API സർവീസാണ് ഇൻറ്റേർണലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, ഒരു സർവീസേ ഉള്ളൂ. ടിപ്പിക്കലി ഇതിൽ മൾട്ടിപ്പിൾ സർവീസസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ റെപ്പോസിറ്ററിയിൽ ഗെറ്റ് യൂസേഴ്സ് ഉണ്ട്. ഗെറ്റ് യൂസേഴ്സ് വെച്ച് യൂസേഴ്സിനെ ഫെച്ച് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ യൂസേഴ്സിനെ ക്യാഷ് ചെയ്യുന്നതായിട്ട്. റെപ്പോസിറ്ററീസ് ആണ് ക്യാഷിങ്ങും റീട്രൈ പോളിസീസും അല്ലെങ്കിൽ ലോങ് പോളിംഗ് എല്ലാം ചെയ്യുന്ന ലോജിക്കെല്ലാം റെപ്പോസിറ്ററീസിലാണ് ടിപ്പിക്കലി നമ്മൾ ആഡ് ചെയ്യാറുള്ളത്. റെപ്പോസിറ്ററിയിലെ ചേഞ്ചസ് വ്യൂ മോഡൽസ് ലിസൺ ചെയ്തിട്ട് അതനുസരിച്ച് UI അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് കണ്ടിന്യൂസ് അപ്ഡേറ്റ് വരുന്ന ആപ്ലിക്കേഷൻസ് ലൈക്ക് ചാറ്റിലെല്ലാം അങ്ങനെയാണത് ചെയ്യുന്നത്. റെപ്പോസിറ്ററീസ് സർവീസ് നമുക്കൊന്ന് നോക്കാം. API സർവീസ് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതൊരു ഇൻ്റർഫേസ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് ഫെച്ച് യൂസേഴ്സ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് യൂസേഴ്സ്. ഈ യൂസേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഡൊമെയിൻ മോഡലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ ചെറിയ ആപ്ലിക്കേഷൻസിൽ ഡൊമെയിൻ മോഡലും API മോഡലും സെപ്പറേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ടിപ്പിക്കലി ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ API മോഡലിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ യൂസർ DTO, ഡേറ്റ ട്രാൻസ്ഫർ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ പലരും അതിന് ബിസിനസ് ഒബ്ജക്റ്റ് എന്നുള്ള പേരിലായിട്ടും കൊടുക്കാറുണ്ട്. ഈ ഡേറ്റ ട്രാൻസ്ഫർ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് API ആണെങ്കിൽ APIയുടെ ഭാഗത്തുനിന്ന് അതൊരു ഡൊമെയിനാണ്. പക്ഷേ അവർ ഇൻറ്റേർണലി യൂസ് ചെയ്യുന്നത് വേറെ ഡേറ്റ ആകാം. അപ്പോൾ ഈ ടേംസ് ഒന്ന് ജനറലി ഒന്ന് ഫ്ലെക്സിബിളായിട്ടൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇനി APIയിൽ നമുക്ക് 2 ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. ഒന്ന് HTTP യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സർവീസ് ഉണ്ട്. നമ്മൾ ഈ എക്സാമ്പിളിന് വേണ്ടിയിട്ട് JSON പ്ലേസ് ഹോൾഡറിൻ്റെ ഒരു എക്സാമ്പിൾ ഡേറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് HTTP വെച്ചിട്ട് ഡേറ്റ ഫെച്ച് ചെയ്യുന്നു. അതിൻ്റെ സ്റ്റേറ്റസ് കോഡ് 200 ആണെങ്കിൽ മാത്രം അത് ഡീകോഡ് ചെയ്തുകൊണ്ട് യൂസറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഡേറ്റ സ്കീം വേറെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു എറർ വരാം. അപ്പോൾ എറേഴ്സ് എല്ലാം API സർവീസിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം API സർവീസിൽ ഹാൻഡിൽ ചെയ്യാം. ഈ API ലെയറിൽ വരുന്ന എററിനെല്ലാം കൂടി ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് ഒരു API എക്സെപ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും എറർ ഹാൻഡിലിങ്ങിന് ആ ലെയേഴ്സിൽ മാത്രം നിൽക്കുന്ന എക്സെപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ ഈ ഫെച്ച് യൂസേഴ്സ് എന്തെങ്കിലും ഒരു എറർ കണ്ടീഷനിൽ ഈ എക്സെപ്ഷൻസ് എല്ലാം ത്രോ ചെയ്യാം എന്ന് നമുക്ക് ഡോക്യുമെൻറ്റേഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഓരോ ലെയേഴ്സും വെൽ ലെയേർഡും ആയിരിക്കും. നമുക്കതിനെ മാനേജ് ചെയ്യാനും പറ്റും. മോക്ക് സർവീസ് നമുക്ക് ലോക്കൽ ഡേറ്റയിൽ നിന്ന് ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര എളുപ്പത്തിൽ നമുക്ക് ഡേറ്റ മോക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു പാറ്റേണിൽ കൂടി ഒന്ന് നോക്കാം. ഇതൊരു മിയർ എക്സാമ്പിൾ മാത്രമാണ് ഈ ഒരു ലെയേഴ്സ് എല്ലാം കാണിക്കാനായിട്ട്. ഈ ലെയേഴ്സ് റിക്വയർഡ് അല്ല ഇങ്ങനെ ചെയ്യാനായിട്ട്, പക്ഷേ ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ആപ്പുകൾ എന്തായാലും കോംപ്ലക്സ് ആകും. തുടക്കത്തിൽ നമ്മൾ അതിലൊരു ഈ ഒരു പാറ്റേൺ നമുക്കൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാതും നമുക്ക് ഇതിലേതെങ്കിലും ഈ ഫോൾഡേഴ്സിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി നമുക്കതിനെ പെട്ടെന്ന് ഡീബഗ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് വ്യൂവിലേക്ക് പോകാം. യൂസേഴ്സ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്, അതിലൊരു പേജ് ഉണ്ട്. അപ്പോൾ ഈ പേജിൻ്റെ രണ്ട് ക്ലാസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ആദ്യത്തെ പേജ് എന്ന് പറയുന്നതിലാണ് നമ്മൾ പ്രൊവൈഡറായിട്ട്, അതായത് ആ വിജറ്റിൽ അല്ലെങ്കിൽ ആ വിജറ്റ് ട്രീയിൽ നമ്മൾ പ്രൊവൈഡറിനെ ആഡ് ചെയ്യുന്നത്. അതായത് വ്യൂ മോഡലിനെ ആഡ് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ആ വ്യൂ മോഡൽ എന്ന് പറയുന്നത് ഐദർ ക്യൂബിറ്റോ അല്ലെങ്കിൽ ബ്ലോക്ക് വെച്ചിട്ടോ ചെയ്യാം. ക്യൂബിറ്റ് യൂസ് ചെയ്യുമ്പോൾ മെത്തേഡ്സ് ഇൻവോക്ക് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവൻറ്റ്സ് വെച്ചിട്ടാണ് അത് കൊടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റിയും ഡീകപ്ലിങ്ങും കൂടുതൽ കിട്ടും ഫ്ലട്ടർ ബ്ലോക്ക് യൂസ് ചെയ്യുമ്പോൾ. ബ്ലോക്ക് എന്ന് പറയുന്നത് റിയാക്റ്റിൻ്റെ ഇതിൽ പരിചയമായിട്ടുള്ള ആൾക്കാർക്ക് റിഡക്സുമായിട്ട് വളരെ സിമിലർ ആണ്. ബേസിക്കലി അത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സിനെ റെഡ്യൂസ് ചെയ്തിട്ട് വേറെ ഒരു സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഫ്ലട്ടറിൻ്റെ രീതിയിൽ അതിനെ ഫ്ലട്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത് മാത്രം, ബിസിനസ് ലോജിക് കമ്പോണൻ്റ് എന്നുള്ള രീതിയിൽ. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു വ്യൂ മോഡലാണ്. അപ്പോൾ ഈ യൂസർ ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നമ്മളുടെ വ്യൂ. ഈ ക്യൂബിറ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ വ്യൂ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലേസി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എപ്പോഴാണോ ഇതിനെ ആക്സസ് ചെയ്യുന്നത്, ഈ യൂസർ ലിസ്റ്റ് ക്യൂബിറ്റിന് ഏത് കമ്പോണൻ്റാണോ ആദ്യം ആക്സസ് ചെയ്യുന്നത് അപ്പോഴാണ് ഇത് ക്രിയേറ്റ് വിളിക്കുന്നതും ഇത് ആക്സസ് ചെയ്യുന്നു. മാത്രമല്ല ഇതിൻ്റെ ലൈഫ് സൈക്കിൾ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് മാത്രമല്ല വാല്യൂ യൂസ് ചെയ്തും ഈ സെയിം കാര്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനീറ്റ് സ്റ്റേറ്റിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള പ്ലേസ് ഇതാണ്. നമുക്കപ്പോൾ ഈ ക്യൂബിറ്റിൽ ആദ്യത്തെ ഇനീഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അതായത് ആദ്യത്തെ സ്റ്റേറ്റ് ഇനീഷ്യൽ ആയിരിക്കും. ആ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഡേറ്റ ഫെച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള ട്രിഗർ കൊടുക്കുന്ന പ്ലേസ് ഇപ്പോൾ ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
പല എക്സാമ്പിൾസുകളിലും ഈ ഒരു ലിസ്റ്റ് പേജിനെ സ്റ്റേറ്റ്ഫുൾ വിജറ്റായിട്ട് ഇനീറ്റ് സ്റ്റേറ്റിലേക്കൂടെ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഈ മെത്തേഡാണ്. ഇതാണ് നമുക്ക് കുറച്ചും കൂടി വിസിബിലിറ്റി ഉണ്ട്, ഫെമിലിയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനി യൂസർ ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻറ്റേർണൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആക്സിഡൻ്റലി വേറെ പ്ലേസസിൽ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളത് കൂടുതൽ റീയൂസ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ കൂടുതൽ ഇഷ്യൂസ് ആവുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ നോക്കാം, ഇവിടെ ഒരു സ്കെഫോൾഡ് ഉണ്ട്. സ്കെഫോൾഡിൻ്റെ ബോഡിയിൽ നമ്മൾ ബ്ലോക്ക് ബിൽഡർ ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ ബ്ലോക്ക് ബിൽഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യൂബിറ്റിനെയും അതിൻ്റെ സ്റ്റേറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ് നമുക്ക് നോക്കാം. സ്റ്റേറ്റിൻ്റെ അകത്ത് ആദ്യം ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ട്. ഇനീഷ്യൽ സ്റ്റേറ്റിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ലോഡിങ്ങിലേക്ക് മാറുന്നു. അത് സക്സസ് ഓർ ഫെയിലർ ആയിരിക്കാം. ഫെയിലർ ആണെങ്കിൽ നമുക്കൊരു മെസ്സേജും തരുന്നുണ്ട് UI കാണിക്കാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ലിസ്റ്റ് ഓഫ് യൂസേഴ്സ് ഉണ്ടായിരിക്കും. ആ ലിസ്റ്റ് ഓഫ് യൂസേഴ്സിന് പ്രോപ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓരോ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴും സ്റ്റേറ്റിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് ബ്ലോക്ക് ഒരു ചെറിയ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നുണ്ട് എമിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ രണ്ട് സ്റ്റേറ്റ് തമ്മിൽ ടൈപ്പ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്തായാലും എമിറ്റ് ചെയ്യും. പക്ഷേ ഒരേ സ്റ്റേറ്റ് തന്നെ എന്തെങ്കിലും യൂസേഴ്സിൻ്റെ ലെവലിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ക്യൂബിറ്റ് ഒന്ന് നോക്കാം. ക്യൂബിറ്റിൽ വരുന്നത് UI ഫെച്ച് ചെയ്യുന്ന മെത്തേഡ് ഗെറ്റ് യൂസേഴ്സ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഫെച്ച് യൂസേഴ്സ് എന്നുള്ള സർവീസ് കണ്ടിരുന്നു. അതാണ് ഇവിടെ ഇൻറ്റേർണലി വിളിക്കാൻ പോകുന്നത് റെപ്പോസിറ്ററി യൂസ് ചെയ്തിട്ട്. ആദ്യം ഇനീഷ്യലൈസ് എന്ന് പറഞ്ഞ മെത്തേഡിലേക്ക് വരുന്നു. ആ ഇനീഷ്യലൈസ് മെത്തേഡ് ഗെറ്റ് യൂസേഴ്സിനെ വിളിക്കുന്നു. അപ്പോൾ സ്റ്റേറ്റ് ആദ്യം ഇനീഷ്യൽ എന്നുള്ള സ്റ്റേറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ക്യൂബിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ എപ്പോഴും ഒരു സ്റ്റേറ്റ് ഉണ്ടായിരിക്കണം ഈ ക്യൂബിറ്റിനോ അല്ലെങ്കിൽ ബ്ലോക്കിനോ. ആദ്യം ഇനീഷ്യൽ എന്നുള്ള സ്റ്റേറ്റ് ആയിരുന്നു. ഇവിടെ വെച്ചിട്ട് അത് ലോഡിങ്ങിലേക്ക് മാറുന്നു. നമ്മളൊരു ചെറിയ ഡിലേ ആഡ് ചെയ്തു നമുക്ക് UI അതിൻ്റെ ഒരു പ്രോഗ്രസ് കാണാനായിട്ട്. ഈ ലോജിക്ക് നമ്മൾ ഇത് ഒരു എറർ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് റെപ്പോസിറ്ററീസ് നിന്ന് യൂസേഴ്സിനെ ഫെച്ച് ചെയ്യുന്നു. ഇൻ കേസ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എറർ ത്രോ ചെയ്യുന്നു. എററിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എക്സെപ്ഷനിൽ വരുന്ന ആ ഒരു എറർ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ UI കൊടുക്കാം. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് സ്റ്റേറ്റ് എങ്ങനെയൊക്കെയാണ് മോഡിഫൈ ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് ഡെവലപ്മെൻറ്റിൽ നമുക്ക് മോക്കിംഗ് ചെയ്യാനും ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഇനി ഇതാണ് നമ്മൾ കാണുന്ന യൂസറിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. യൂസറിൻ്റെ കമ്പോണൻറ്റിൽ നമുക്ക് സ്റ്റേറ്റോ ഒന്നുമില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന നെയിമും ഇമെയിലും മാത്രമേ അത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടിയും റീയൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സ്റ്റേറ്റ് ഇതിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് അത്രയും കൂടുതൽ യൂസ് ചെയ്യാം. പക്ഷേ ഇതൊരു ഡെവലപ്പറിൻ്റെ ഡിസിഷനാണ് ഇതിവിടെ എന്ത് കൊടുക്കണം എന്നുള്ളത്. നമുക്ക് പേജിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഓരോ സ്റ്റേറ്റിൻ്റെ പ്രോഗ്രഷനും കാണാനും പറ്റും. നമുക്ക് നെഗറ്റീവ് കേസസ് ആദ്യം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബിൽഡറിൽ നമുക്ക് സ്റ്റേറ്റ് വരുന്നതും കാണാൻ പറ്റും. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇവിടെ ഡേറ്റ വരുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ ഒരു ഡേറ്റയുണ്ട്. ഇതിപ്പോൾ ഡേറ്റ HTTP കൂടെയാണ് വരുന്നത്. ഇനി നമുക്കൊരു വേറെ മോക്ക് ചെയ്തിട്ടുള്ള ഡേറ്റ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളിവിടെ മെയിനിലാണ് HTTP സർവീസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ HTTP സർവീസ് നമ്മൾ മോക്കിലേക്ക് മാറ്റുന്നു. അതിനുശേഷം അത് SXൻ്റെ ഡേറ്റയിൽ നിന്നാണ് ഈ ഡേറ്റ എടുക്കുന്നത്. മാറുന്നുണ്ടെന്ന് ഉറപ്പിക്കാനായിട്ട് ഇത് നമുക്കൊന്ന് പേര് മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ കാണാം ഡേറ്റ മാറിയിട്ടുണ്ട്. റിഫ്രഷ് ചെയ്യുമ്പോഴും അത് മാറിയിട്ടുള്ളത് കാണാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എൻവയോൺമെൻറ്റ്സ് സ്വിച്ച് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ പാറ്റേൺ നമുക്ക് പോസിബിളാണ്. അപ്പോൾ നമ്മൾ വ്യൂസിനെ കുറിച്ച് സംസാരിച്ചു. വ്യൂ മോഡൽസ്, റെപ്പോസിറ്ററി സർവീസസ്, ഇങ്ങനെയാണ് ഈ ലെയർ എല്ലാം ചെയ്യുന്നത്. ഈ ലെയർ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ബെറ്റർ ആയിട്ട് എല്ലാ ലെയേഴ്സിനും സെപ്പറേറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കുള്ള ഫീഡ്ബാക്ക് കമൻസിൽ കൂടെ തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.